ആരെന്നറിയാൻ വയ്യ. എനിക്ക് തന്നെ അറിയാൻ വയ്യ അതാരെന്ന്. നമ്മളെ പയ്യന്മാരാരെങ്കിലും വളർന്നിട്ട് അടിക്കാനൊക്കെ നിൽക്കുന്നെന്നൊക്കെയാണ് പറഞ്ഞത്. രണ്ടുപേരും ഒന്ന് വിരട്ടിയതായിട്ട് അറിയാം. എൻ്റെ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി. ഈ മരണത്തിന് പിറകിൽ ഒരുപാട് ദുരൂഹതയുണ്ടെന്നാണ് വീട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ആരോപിക്കുന്നത്. കായ്ക്കലുള്ള 2-3 പയ്യന്മാരത് ഈ പയ്യൻ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന പയ്യൻ മെസ്സേജ് ഇട്ട് ഈ പയ്യനെ അറിയാമോ, അവനൊന്ന് എടുക്കാം. കായ്ക്കര ഒരു പയ്യനെ ഇവൻ്റെ ബോട്ടയിൽ വെച്ച് അവൻ മെസ്സേജ് ഇട്ട് ഇവൻ മരുത്തനാണ്, ഇവനൊന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് പുറമേയുള്ള ആളല്ലല്ലോ, നമ്മളെ കൂടെ ഉണ്ടാകുന്ന നമസ്കാരം, ഇത് ചിറയൻകീഴ് മുടമ്പരമാണ്. 25-ാം തീയതി ഇവിടെ ഒരു പയ്യൻ, ഹരികൃഷ്ണൻ എന്ന 30 വയസ്സുള്ള പയ്യൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം പ്രവാസിയായിരുന്നു. ലീവിനെത്തിയിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. എന്നാൽ ഈ മരണത്തിന് പിറകിൽ ഒരുപാട് ദുരൂഹതയുണ്ടെന്നാണ് വീട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ആരോപിക്കുന്നത്. മോനെ, ഈ ഉത്സവത്തിന് ചന്തു ഡാൻസ് എല്ലാം കളിച്ചു, ഹരീഷൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആ ഡാൻസ് കളിച്ച സമയത്ത് അവിടെ എന്തെങ്കിലും അവിടെ ഒരു ചന്തുവണ്ണൻ ആരോടും പ്രശ്നം ഉണ്ടാക്കാൻ ഒന്നിനും പോകും, അങ്ങനത്തെ പോണ ഒരാളല്ല, ടൈപ്പല്ല. ചന്തുവണ്ണൻ നോർമലി ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ആ ഒരു സ്ഥലത്തേ നിൽക്കില്ല, ആണ് മാറി വേറെ എവിടെയെങ്കിലും മാറി നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പുറമേ നിന്നുള്ള ഒരാൾ അവരുടെ ക്ഷേത്രത്തിൽ വന്ന് ഡാൻസ് കളിച്ച് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ ഭീഷണിപ്പെടുത്താൻ വന്നത്? ചന്തുവണ്ണൻ പുറമേ ഉള്ള ആളല്ലല്ലോ, നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളെ തന്നെ. ഇത്രയും വർഷമായിട്ട് നമ്മളെ കൂടെ തന്നെ ഡാൻസ് കളിക്കാൻ എല്ലാ കാര്യത്തിനും, നമ്മൾ ഈ അമ്പലത്തിലെ എല്ലാ കാര്യത്തിനും ആണ് മുന്നിലിരിക്കുന്ന ഒരാളാണ്. തെങ്ങുമണ ഉത്സവത്തിൽ അവിടെ തൂക്കവും കാര്യങ്ങളുടെ ഉത്സവമായിരുന്നു. അപ്പം എല്ലാ ദിവസവും നമ്മളെ കൂടെ നമ്മൾ രാത്രി 11 മണി 12 മണിക്കാണ് വീട്ടിൽ പോകുന്നത്. ഈ സംഭവം നമ്മൾ 25-ാം സംഭവം നടക്കണം. 24-ാം തീയതി രാത്രി 12:30-ക്ക് ഞാൻ ഹരീഷിനെ ഇവിടെ കൊണ്ടാക്കിയത്. അന്ന് രാത്രി ഒരു പ്രശ്നമില്ലായിരുന്നു. 25-ാം തീയതി രാവിലെ ഇവനെ വിളിച്ച് ടാറ്റു അടിക്കാൻ വേണ്ടി ഇവിടെ തിരുവനന്തപുരത്ത് പോകണം, അങ്ങനെ കാര്യങ്ങളെല്ലാം പറയാണ്. അപ്പോൾ രാവിലെ അതാ 2 പയ്യന്മാർ വന്ന് ഭീഷണിപ്പെടുത്തി അവൻ ഗൾഫിലുള്ള പയ്യനെ വിളിച്ച് ടിക്കറ്റ് എടുക്കാൻ വരെ പറഞ്ഞായിരുന്നു. അതിൻ്റെ വോയിസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കാര്യം ഞാൻ ആദ്യം ഗൾഫിൽ ചന്തുവിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനെ മുതലാളി എനിക്ക് നല്ല കമ്പനിയാണ്. അപ്പോൾ അവൻ മുതലാളിനെ വിളിച്ച് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. മുതലാളി അന്ന് 25-ാം തീയതി രാത്രി 10 മണിക്ക് ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. അപ്പോൾ ചന്തുവിനെ ഒരു 10 ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചന്തുവിന് വേറൊരു കോള് വന്നപ്പോൾ മറ്റേ മുതലാളി കോള് കട്ട് ചെയ്ത് ഈ ഒരു കോള് 10 രൂപ വന്ന് 10 രൂപ വന്ന കോള് ഒരു 12 മിനിറ്റ് സംസാരിച്ച്. അത് കഴിഞ്ഞിട്ട് ആ കോള് കട്ടായതിനു ശേഷം ചന്തുവിനെ വേറെ ആരും വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ വലിയമാരെ വിളിച്ചിട്ട് ഹരീഷ്ണൻ എൻ്റെ വലിയമാരെ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് കയറി ചെന്നപ്പോൾ ആളിങ്ങനെ തൂങ്ങിയിരിക്കണത് കണ്ടത്. ഹരീഷിന്റെ ചേട്ടനാണല്ലേ? അനിയനാണ്. എന്താ സംഭവം ഞാൻ കായ്ക്കലാണ് താമസിക്കുന്നത്. ഞാൻ ഇവിടെ ആയിട്ടൊരു ബന്ധം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയിൽ വരും പോവും. ഇവൻ പുറത്തായിരുന്നു, ഇപ്പോൾ വന്നിട്ട് തെങ്ങുമല ഉത്സവത്തിന് വന്നതാണ്. വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞു ഒരു ദിവസം വീട്ടിലോട്ട് വരാം. തെങ്ങുമല ഉത്സവത്തിന് നമ്മളെ വിളിച്ച് നമ്മൾ അമ്പലത്തിലോട്ട് ചെന്നപ്പോഴത്തേക്കും മറ്റേ രഥം തൂക്കത്തിന്റെ അതിന്റെ നിൽക്കുന്ന തിരക്കായതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ ഇവിടെ ചെറിയ ജോലിക്ക് വരാൻ എൻ്റെ മൂത്തേമ്മേനെ വിളിക്കുന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വീട്ടിൽ വരണം, കടയിൽ തിന്നണ്ട എന്നിങ്ങനെ വിളിക്കും എന്നെ. അപ്പം എന്നെ ഒരു 10-10:45 കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ ടെയിലിന് പണി ആയതുകൊണ്ട് സമയം നോക്കത്തില്ല. അപ്പോൾ എന്നെ മൂത്തേമ്മ വിളിച്ചിട്ട് പറഞ്ഞ്, മൂത്തേമ്മ വിളിച്ച് അപ്പോൾ ഞാൻ ചോറ് കഴിക്കാനുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷേ വിളിച്ചിട്ട് കരയുന്നു. കരഞ്ഞപ്പോൾ ഞാൻ എന്ത് ചോദിച്ചപ്പോൾ തന്നെ ചന്തു പോയി, എൻ്റെ ചേട്ടൻ പോയി കയറി തൂങ്ങി എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ എൻ്റെ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് കാണുമ്പോഴത്തേക്ക് അവൻ തൂങ്ങി നിൽക്കുകയെന്ന് ചെയ്തു. പറഞ്ഞ് 2 പയ്യന്മാർ വന്ന് കണ്ട് അവനെ അടിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ മൂത്തവനടുത്ത് പോലും കാര്യം പറയാതെ റൂമിൽ കയറി പോയത്. അമ്മയ്ക്ക് ഇതിനെപ്പറ്റി വല്ലതും അറിയാമോ? എന്തിനാണ് ആത്മഹത്യ ചെയ്തെന്നോ എന്തെങ്കിലും? രണ്ടുപേരും ഒന്ന് വിരട്ടിയതായിട്ട് അറിയാം. എൻ്റെ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി. ഈ നാട്ടുകാരനെല്ലാം ഇവിടെ വന്നൊന്ന് ഷൈൻ ചെയ്യണ്ടെന്ന്. എൻ്റെ മോൻ 10.5 വർഷമായി വീട്ടിൽ വന്നിട്ട്. എൻ്റെ ചേച്ചിയുടെ വീടാണ്. എൻ്റെ ചേച്ചിക്ക് മക്കളില്ല. ചേച്ചിയും ചേട്ടനും അവനെ നല്ല രീതിയിലാണ് നോക്കുന്നത്. പിന്നെ ഇതിനക്ക് കായ്ക്കലുള്ള 2-3 പയ്യന്മാരത് ഈ പയ്യൻ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന പയ്യൻ മെസ്സേജ് ഇട്ട് ഈ പയ്യനെ അറിയാമോ, അവനൊന്ന് എടുക്കണം. അപ്പൊ അവന്മാര് പറഞ്ഞെന്ന് വെച്ചാൽ അവർക്ക് കൂടെ പഠിച്ചാണ്, വർഷങ്ങൾക്ക് ശേഷം ഇവൻ വിളിക്കുന്നത് അവന്മാരാ. അപ്പൊ അവരുടെ ഇത് നമ്മളെ അനിയന്റെ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കായ്ക്കരയായോണ്ട് കോവളത്തോട്ടം ടീമായോണ്ട് അവരെല്ലാം നമ്മളെല്ലാം കമ്പനിയാ. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് നമ്മളെ അനിയൻ പയ്യനാണ് എൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഞാൻ അവന്റെ അനിയനാണ്, അനിയനായിട്ട് ഭയങ്കര കമ്പനിയാണ്, അവ നമ്മളെ പയ്യനാണ്, എന്ത് സീനെന്ന് ചോദിച്ചു. ഒന്നും പറയാതെ കട്ട് ചെയ്തു. എന്നിട്ട് ഇതിൽ ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു മുടപുറത്തൊരു പയ്യൻ തൂങ്ങാൻ നിൽക്കുകയാണ്, അവനെ അറിയാമോ എന്നും പറഞ്ഞ് അവർ ടോപ്പിക്ക് സംസാരിച്ചു. പക്ഷെ ആ പയ്യന്മാർക്കൊന്നും അറിയത്തില്ല, അവര് നിരവധിയാണ്. പക്ഷെ ഈ പയ്യനെ പിന്നെ 12 മിനിറ്റ് ഇവൻ്റെ കൂടെ സംസാരിക്കുന്ന 12 മിനിറ്റ് ഹരീഷിനോട് ഫോൺ സംസാരിച്ചു. അത് പോലീസ് സ്റ്റേഷനിലും അവരാണ് നമ്മൾ പറയുന്നത്. ആ സംഭാഷണം ഒന്നും അറിയാൻ പറ്റുന്നില്ല. പോലീസും പറയുന്നില്ല. മറ്റേത് ഒരാൾ തൂങ്ങിയ പോലീസുകാരെ ഒന്നാണ് വീട്ടിൽ നിന്ന് എടുക്കുന്നത്. ഇത് പറയുന്നത് നമ്മളെടുത്തുകൊണ്ട്
അങ്ങ് ചെല്ലേ. ഇവ ഒരു വരുത്തനാണ് ഇവനെ ഒതുക്കണമെന്ന് പറഞ്ഞു. ഇവൻ ശരിക്ക് ഹരീഷിന്റെ സ്ഥലം കായികരയാണ്. അപ്പൊ ഇവിടെ വന്ന് അവന്റെ വലിയമ്മയിലേക്കായി. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ അങ്ങ് ആയി, പിന്നെ പോയില്ല. ഇവിടെ വന്ന് ജോലിക്ക് പോയി 3 വർഷമായി. ഇപ്പൊ ഗൾഫിൽ പോയി. ഇപ്പൊ ഈ അമ്പലത്തിൽ ആഘോഷത്തിന് വേണ്ടി അവന് ഭയങ്കര ഇഷ്ടമാണ് അമ്പലം. അപ്പൊ അവിടെ ആഘോഷിക്കാൻ വേണ്ടി എന്റെ കൊച്ചു വന്നതാണ്. 16-ാം തീയതിയാണ് വന്നത്. അപ്പൊ ഇപ്പൊ അറിയുന്നത് കായിക്കര ഒരു പയ്യനെ ഇവന്റെ കോട്ടയൊക്കെ വെച്ച് അവൻ മെസ്സേജ് ഇട്ട് ഇവൻ വരുത്തനാണ്, ഇവനെ ഒന്ന് ഒതുക്കണമെന്ന്. അതെന്താണെന്ന് ഒന്ന് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കണം. ഇവൻ വന്ന് റോട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണ് എന്റെ കൊച്ച് ആ നിമിഷം തന്നെ ഇത് ചെയ്തു. പക്ഷെ നമുക്ക് അറിഞ്ഞൂടെ അവ ഒരുപാട് സംസാരിച്ച് പോയതിനു ശേഷമല്ലേ പോയോണ്. അതിന്റെ ഇടയിൽ അവ അവന്റെ മുതലാളിക്ക് മെസ്സേജ് ഇട്ട് എനിക്ക് പെട്ടെന്ന് ടിക്കറ്റ് എടുക്കണം, പിന്നെ 2 പേരും ഒന്ന് ഭീഷണിപ്പെടുത്തി എനിക്ക് നിൽക്കാം, എനിക്ക് ഒരു പേടി. അങ്ങനെ ആ കൊച്ച് ടിക്കറ്റിന്റെ ചാർജൊക്കെ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. ഉടനെ തന്നെ അത് നോക്കിയിട്ട് ഇവനെ വിളിച്ചപ്പം മൊബൈൽ എടുത്തിട്ടില്ല ആള്. അപ്പൊ തീർന്നു. നമുക്ക് അമ്മ കണ്ടില്ലേ? ഇല്ല, അവന്റെ റൂം മുകളിലാണ്. അവ എപ്പോഴും മുകളിൽ അവന്റെ റൂമല്ലേ, കയറി പോകൂലേ. അത് കണക്ക് കയറി ഇവന്റെ റോട്ടിൽ നിന്ന് വന്ന് കയറിപ്പോയി. പക്ഷെ ആ സമയം റോഡിൽ വന്നായിരുന്നു ഞാൻ ചോദിച്ചില്ല. ഇവനെ ഒരുപാട് കൂട്ടുകാരുണ്ട്, അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണാൻ വരും വന്നതാണെന്നാണ്. ആ സമയത്ത് ആ നമ്മൾ ആ റോട്ടിൽ നിന്നപ്പോൾ അതിന്റെ പരിസരത്തുള്ള 2 പേര് സംസാരം ഒത്തി എന്തോ ഭക്ഷണം കണക്കുന്നു. ഈ കൊച്ചൊരുപാട് വിഷമിച്ച് നിൽക്കുന്നു. എന്തരാണ് വിഷയം എന്ന് അവർക്കും കറക്റ്റ് അറിഞ്ഞൂടെ. പിന്നീടാണ് പറയുന്നത് ഇവൻ ചൂടായി സംസാരിച്ച് ഞാൻ ഇന്നൊന്നാടാ ഒറ്റയ്ക്ക് വന്ന കണ്ടാടാ ഈ മോൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്ത് വേണോ ചെയ്യാൻ പറ്റും. ഒരു പാവം കൊച്ചാണ്, ആരടുത്തും വഴക്കിന് പോകുന്നത്. എല്ലാവരും നല്ല കൂട്ടും. ഈ നാട്ടിൽ വന്നിട്ട് അവൻ ഇത്രയും കൂട്ടുകാരുണ്ടെന്ന് അറിയുന്ന തന്നെ ഒരു അതിശയമാണ്. ഇത്രയും വേറൊരു നാട്ടിൽ ഇത്രയും കൂട്ടും. ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ലീവിൽ നാട്ടിലേക്ക് എത്തിയത്. ഈ മരണ ദിവസം രാവിലെ 2 പയ്യന്മാർ വന്ന് ഹരീഷിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല, പിന്നീട് ഹരീഷിന്റെ ഫോണിലേക്ക് ഒരു 12 മിനിറ്റോളം സംസാരിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഹരീഷൻ തന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു, ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, തന്നെ ഭീഷണിപ്പെടുത്തുന്ന മെസ്സേജ് അയച്ചായിരുന്നു. തുടർന്ന് അദ്ദേഹം തന്റെ അവിടെ ദുബായിൽ വിളിച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ മടങ്ങി വരാൻ പോകുമെന്ന് അറിയിച്ചു. അതിനുശേഷമാണ് ഹരീഷൻ ആത്മഹത്യ. ഏതായാലും ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് വീട്ടുകാരൊക്കെ ആരോപിക്കുന്നത്. നടപടി ഉണ്ടാകണം, അന്വേഷണം വേണം, കുറ്റവാളികൾ ആരായാലും പുറത്തു കൊണ്ടുവരണം. വിസ്മയാസിനുണ്ട് ശ്രീത് മാരാർ സൈനിങ് ഓഫ്.